ഇന്ന് ഞാനിവിടെ നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു വെറൈറ്റി രീതിയിലാണ് ഇന്ന് വെക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു കറിയാണ്. അല്പം ചാറൊക്കെ കൂട്ടിയെടുത്ത് നല്ലൊരു കറി ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത്, മുളക് ചേർത്ത് കൊടുത്ത്, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത്, പിന്നെ അല്പം മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്തു. അതിനുശേഷം കുറച്ച് സവാള ഉള്ളി നേരത്തെ വറുത്ത് വെച്ചത് അതുകൂടി ചേർത്ത് കൊടുത്ത്, അതിനുശേഷം അല്പം തൈര് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഇനി ഒന്ന് നല്ലവണ്ണം ഇളക്കി അത് മിക്സാക്കി സൈഡിൽ വെക്കണം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. അത് മസാലയൊക്കെ അതിനകത്തുനിന്ന് പിടിച്ച് വരുന്നവരെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം ഇളക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം. അതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത കറി വെക്കുന്നത്. അതിന് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിന് ശേഷം സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതെൻ്റെ രീതിയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. പിന്നെ ചാറ് കൂട്ടുന്നത് അവരവരുടെ ഇഷ്ടം. വെള്ളം ഒഴുക്കി ചേർക്കുന്നത് എത്രയും വെള്ളം ആഡ് ചെയ്യണം അത്രയും ചേർക്കുക. പിന്നെ ഗ്രേവി കുറുകിയിരിക്കണമെങ്കിൽ ആ രീതിയിലെടുക്കാം. ഞാനിവിടെ ഇച്ചിരി ഏറെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്നുണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ചാറ് ഏറെ വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളി വഴറ്റിയത് പകുതി മാറ്റി വെച്ചു. പകുതിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിക്ക് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലവണ്ണം ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മല്ലി കൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. മല്ലി ഇതിൻ്റെ കൂടെ ചേർത്തില്ലായെങ്കിൽ കുഴപ്പമില്ല, അത് അരയ്ക്കാൻ നേരത്ത് ചേർത്താൽ മതി. ഇവിടെ അങ്ങനെ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തോണ്ട് വരണം. അതിനുശേഷം നമുക്ക് കറി വെക്കാനായിട്ട് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇഷ്ടമുള്ളതൊക്കെ മസാല ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വഴറ്റി വെച്ച ഉള്ളി ചേർത്ത് കൊടുത്ത് അതിനുശേഷം അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ. ഇനി നമുക്ക് അരച്ച് വെച്ച മസാല കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞാൻ ഈ ചെയ്യുന്ന കുക്കിങ്ങൊക്കെ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മൂത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മസാല ചേർത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ആദ്യം ഉപ്പ് ചിക്കനകത്ത് ചേർത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കറി വെച്ച് കഴിയുമ്പം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനെല്ലാം കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. നിങ്ങളും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ ഗ്രേവി എത്രയും വേണമെന്ന് അവരവരുടെ ഇഷ്ടമാണ്. കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഈ തീയിൽ തന്നെ ഒന്ന് വഴന്ന് കിട്ടണം. ഇങ്ങനെ തന്നെ അതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ. വെള്ളം ചേർക്കുമ്പോൾ തന്നെ ചൂടുവെള്ളം ചേർക്കണം. ഈ സമയത്ത് വെള്ളം തിളപ്പിച്ച് വെക്കുക. അതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം. നല്ലവണ്ണം മസാലയെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത്രയും ഗ്രേവി മതിയെങ്കിൽ അത്രയും മതി. ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
തൈരൊക്കെ ചേർത്തതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ ഉള്ളി വറുത്ത് ചേർത്തുകൊണ്ടും വളരെ നല്ലതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.